നമസ്കാരം, എല്ലാവർക്കും ആർട്ട് ആൻഡ് ഡിസൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രോഹിത് രാജൻ. നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസ്, എന്താണ് ഡിസൈൻ ഫണ്ടമെൻ്റൽസ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ആർട്ട് ഫണ്ടമെൻ്റൽസും ഡിസൈൻ പ്രിൻസിപ്പിൾസും പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഏത് മീഡിയയിലും, അത് ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, അക്രലിക് ആയിക്കോട്ടെ, ഓയിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ, ഏത് മീഡിയയിലും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതുതായിട്ട് വന്ന മോഡേണായിട്ടുള്ള AI ജനറേറ്റഡ് ഇമേജസ് അല്ലെങ്കിൽ AI വഴി ഉണ്ടാക്കുന്ന ഇമേജസിൽ കൂടി നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി ഉള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡിസൈൻ ഫണ്ടമെൻ്റൽസ് പഠിച്ചിരിക്കുക. ആ ഫണ്ടമെൻ്റൽസ് അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കുറച്ചുകൂടെ സോളിഡായിട്ടുള്ള ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫണ്ടമെൻ്റൽസാണ്. ഫണ്ടമെൻ്റൽസ് കാരണം ഇപ്പം മെഷീൻസ് ഓൾറെഡി ഇപ്പം അൽഗോരിതം അതുപോലുള്ള സംഭവങ്ങൾ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലാണ്. ഇപ്പോൾ മനുഷ്യനെക്കാട്ടിലും ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എക്സ്പൊണൻഷ്യലായിട്ട് കൂടി വരികയാണ് മെഷീൻസിന്, അതായത് അൽഗോരിതത്തിന് അതുപോലുള്ള സംഭവത്തിന്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചിരിക്കേണ്ടത്? മനുഷ്യന് ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെയാണ് ആർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസ്, അത് മാത്രം പഠിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉയർത്തിക്കൊണ്ട് വരണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്പർ എഡ്ജുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു അപ്പർ എഡ്ജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇത് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഇതറിയാവുന്ന ഒരാൾ നിങ്ങളെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണ്, ഈ ആർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, ഡിസൈൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ് വഴി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആർട്ടിൻ്റെ 7 ഫണ്ടമെൻ്റൽസാണുള്ളത്. ഒന്നാമത്തേത് ലൈന്, രണ്ടാമത്തേത് ഷേപ്പ്, മൂന്നാമത്തേത് ഫോം, നാലാമത്തേത് സ്പേസ്, അഞ്ചാമത്തേത് ടെക്സ്ചർ, അഞ്ചാമത്തേത് വാല്യൂ, ആറാമത്തേത് ടെക്സ്ചർ, ഏഴാമത്തേത് കളർ. അപ്പോൾ ആർട്ടിന് 7 ഫണ്ടമെൻ്റൽസ് ആണുള്ളത്. ഒന്നാമത്തേത് ലൈന്, രണ്ടാമത്തേത് ഷേപ്പ്, മൂന്നാമത്തേത് ഫോം, നാലാമത്തേത് സ്പേസ്, അഞ്ചാമത്തേത് വാല്യൂ, ആറാമത്തേത് ടെക്സ്ചർ, ഏഴാമത്തേത് കളർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽസ് ഉപയോഗിച്ചാണ് എല്ലാത്തരം കലാസൃഷ്ടികളും, ഓയിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ, അക്രലിക് ആയിക്കോട്ടെ, വാട്ടർ കളർ ആയിക്കോട്ടെ, എല്ലാത്തരം കലാസൃഷ്ടികളും നടന്നത് ഈ ഫണ്ടമെൻ്റൽസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസ് എന്താണെന്നാണ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഫണ്ടമെൻ്റൽസ് നിങ്ങൾക്ക് തറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അത് ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഓയിൽ പെയിൻറ്റിങ് ചെയ്യുകയായിക്കോട്ടെ, അല്ലെങ്കിൽ അക്രലിക് ആയിക്കോട്ടെ, വാട്ടർ കളർ ആയിക്കോട്ടെ, ഏത് മീഡിയയിലും നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽസ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫണ്ടമെൻ്റൽസ് എന്താണ്, ഈ ആർട്ടിൻ്റെ ഈ ഫണ്ടമെൻ്റൽസ് എന്താണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഡിസൈൻ എലമെൻ്റാണ് ലൈൻ എന്ന് പറയുന്നത്. ലൈൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ലൈൻ എന്താണ് നമുക്ക് പരിശോധിക്കാം. ലൈൻ എന്ന് പറയുന്ന ഒരു ബേസിക് ഡിസൈൻ എലമെൻ്റാണ്. ഒരു ബേസിക് ഡിസൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശയമാണ്. ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന പേന, അതുപോലെ നമുക്ക് തൊടാൻ പറ്റുന്ന സംഭവങ്ങൾ, ഇതെല്ലാം വസ്തുക്കളാണ്, ത്രിമാന രൂപങ്ങളാണ്. ലൈൻ എന്ന് പറയുന്നത് ഒരാശയമാണ്. അതായത് ത്രിമാന രൂപങ്ങളല്ലാത്ത എന്തോ അത് ഒരാശയമാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. വേവ് ലെങ്ത് കാണാൻ പറ്റാത്ത ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. റേഡിയോസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമുക്കൊരാശയമാണെന്ന് പറയാൻ പറ്റുമോ? അതിനെ ആശയമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ആശയങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തലമണ്ടയിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആശയങ്ങളായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പം ലൈൻ എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഈ ആശയം എങ്ങനെ
ആശയം എന്തിനാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയം ബാഹ്യമായിട്ടുള്ള വേൾഡുമായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് പ്രയോജനം ഉണ്ടാകുന്നത്. ഓക്കെ, ഈ 2 പോയിൻ്റ് എടുക്കുക, 2 പോയിൻ്റ് എടുത്ത് ഇതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഈ കണക്ട് ചെയ്യുന്ന സംഭവം നമുക്ക് എന്താ പറയുന്നത്, ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നെ എത്ര നീളമുണ്ടെന്ന് അളക്കാനും അതിന് എത്ര അടിയുണ്ടെന്ന് അളക്കാനും അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ എത്ര വിസ്തീർണമുണ്ടെന്ന് അളക്കാനും ഒക്കെ നമുക്ക് ഈ ആശയം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 2 പോയിൻറ്റിനെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ബേസിക് ഡിസൈൻ എലമെൻറ്റിനെയാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഈസ് എ ബേസിക് ഡിസൈൻ എലമെൻറ്റ് ദാറ്റ് കണക്ട്സ് 2 പോയിൻറ്റ്സ് ഓൺ എ 2 ഡയമെൻഷണൽ പ്ലെയിൻ. അതായത് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ 2 പോയിൻറ്റിനെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ബേസിക് ഡിസൈൻ എലമെൻറ്റിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ പ്ലെയിനുള്ള ഒരു ബിന്ദുവാണ്. 1 ഡയമെൻഷണൽ പ്ലെയിൻ, അതിന് ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ. ഈ 2 ആക്സിസ് വന്നു കഴിയുമ്പോൾ ഇത് 2 ഡയമെൻഷണൽ പ്ലെയിനായി. ഓക്കെ, ഇവിടെ 2 ആക്സിസ് വരും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ലൈനായിട്ട് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ലൈനായിട്ട് പറയുന്നത്. അപ്പോൾ 2-3 പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇതിനെയെല്ലാം കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ലൈനായിട്ട് പറയാം. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് കർവ്ഡ് ലൈനാണ്. നിങ്ങൾ ഇതിൻ്റെ ആക്സിസ് ശ്രദ്ധിക്കുക, ഇതിനെപ്പോഴും എക്സും വൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ സംഭവത്തിനെല്ലാം നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് 3 ആക്സിസ് ഇല്ല. 3 ആക്സിസ് വന്നു കഴിയുമ്പോഴാണ് ഇത് ഫോം ആകുന്നത്, അതൊരു ത്രിമാന രൂപമാകുന്നത്. അപ്പോൾ ലൈൻ എന്ന് പറയുന്നത് എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ലൈൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ലൈൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. മെയിനായിട്ട് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്. അപ്പോൾ 1 വെർട്ടിക്കൽ ലൈൻ, 2 ഹൊറിസോണ്ടൽ ലൈൻ, 3 ഡയഗണൽ. അപ്പം ഇത് വെർട്ടിക്കൽ ലൈനാണ്, ഇത് ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ഡയഗണൽ. അപ്പോൾ ഈ 3 ലൈനും എന്തിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ എന്തിനെ സിംബോളൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈന് സ്ട്രെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സ്റ്റെബിലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ലൈൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ബാലൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, റെസ്റ്റ്, കാംനെസ്, അതുപോലുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡയഗണൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡയഗണൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈനാമിസം അല്ലെങ്കിൽ ആക്ഷൻ, അതിനെയാണ് ഡയഗണൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക് ഫണ്ടമെൻ്റൽ ഉപയോഗിച്ചാണ് എല്ലാത്തരം കലാസൃഷ്ടികളും അങ്ങോട്ട് നടന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾ സംഗീതവുമായിട്ട് കൂട്ടി ഇണക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സരിഗമപധനിസയില്ലേ, അതുപോലെ തന്നെയാണ് വിഷ്വലായിട്ടുള്ള സംഭവത്തിനകത്ത് ഈ ഘടകങ്ങളുടെ പ്രാധാന്യം, ഇതുപോലുള്ള 7 ഫണ്ടമെൻ്റൽസിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഫണ്ടമെൻ്റൽസ് എന്താണെന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ സോളിഡായിട്ടുള്ള, വളരെ ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റിയുള്ള പടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽസ് അറിയില്ലെങ്കിൽ, നിങ്ങളിപ്പം ജസ്റ്റ് കോപ്പി ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടമെൻ്റൽസ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കുക. ആ ഫണ്ടമെൻ്റൽസ് നിങ്ങൾ എവിടെയും ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുക, പിന്നെ ഓയിൽ പെയിൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുക, വാട്ടർ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ ഉപയോഗിക്കുക,
അക്രലിക് ഏത് മീഡിയം ആണെന്നുണ്ടെങ്കിലും അതിലുപയോഗിക്കുക. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കുക. അതുമാത്രമല്ല ഇതിനകത്തുള്ള സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടെ അറിഞ്ഞിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിൽ. ഇപ്പോൾ ചിത്രരചനയിലാണെന്നുണ്ടെങ്കിലും ഡിസൈനിങ്ങിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇത് ഒരു അൺകോൺഷ്യസ് കമ്മ്യൂണിക്കേഷനാണ്. ആർട്ടെന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് മനസ്സിലാവും. ഇപ്പോൾ ഒരു നല്ലൊരു കലാസൃഷ്ടി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് പറയേണ്ട കാര്യമില്ല, അത് വെർബലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് അതുപോലുള്ള മീഡിയമാണിത്. ഓക്കെ, ഇത് വോക്കൽ മീഡിയമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിയുന്ന ഒബ്സർവ് ചെയ്ത് അയാൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നല്ല ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് തന്നെ അയാൾ മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങളൊരു ഒരു നല്ല ലോഗോ കണ്ടു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് ലോഗോ കണ്ടു കഴിയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കുക, ആ ബേസിക് ഡിസൈൻ എലമെൻറ്റ് നല്ലോണം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ലൈനിൻ്റെ സ്പെസിഫിക്കേഷൻ. അതായത് ഇപ്പോൾ വെർട്ടിക്കൽ ലൈന്, ഹൊറിസോണ്ടൽ ലൈന്, ഡയഗണൽ, ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഇപ്പോൾ ഈ ലൈനിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വെർട്ടിക്കൽ ലൈൻ എടുക്കുക. അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴുള്ള ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് ഇതിൻ്റെ ഫ്ലോ പോകുന്നത്. അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് ഇതിൻ്റെ ഫ്ലോ പോകുന്നത്. ഫ്ലോ പോകുന്നത് ഇങ്ങോട്ടെയാണ്, ഇങ്ങനെയാണ് ഫ്ലോ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, പക്ഷേ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലോ പോകുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ അത് അസെൻഡിങ് ഓർഡറാണ്. ഈ ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈനിൻ്റെ ഫ്ലോ കാണിക്കാൻ ഒരു ആരോ അതുപോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു ലൈൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ കോൺസെപ്റ്റിൽ തന്നെ ആ ഒരു ഏറ്റവും ബേസിക്കായിട്ടുള്ള ആ ഒരു എലമെൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഫ്ലോ അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതായത് ഉപയോഗിക്കാതെ ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള എലമെൻറ്റുകളല്ല, കൂടുതൽ ബേസിക് എലമെൻറ്റുകൾ ഉപയോഗിക്കാതെ തന്നെ ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഫ്ലോ അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് എടുക്കുക. ഇത് നമുക്കൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. നല്ല തിക്ക് ലൈനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രേഡിയൻ്റ് ഇങ്ങനെ പോവുകയാണ്. ഈ ഗ്രേഡിയൻ്റ് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് വളരെ തിന്നായിട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ്. ഓക്കെ, ഇപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ്. ഒരു ഗോപി വരച്ചതുപോലെ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഇത് കാണുമ്പോഴുള്ള വിഷ്വൽ ഇംപ്രഷൻ എന്താണ്? അപ്പോൾ ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഇതിൻ്റെ ഫ്ലോ പോകും. അതേസമയം ഈ ഗ്രേഡിയൻ്റ് താഴെയാണ്. ഈ ഗ്രേഡിയൻ്റ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്? ഇതിൻ്റെ ഫ്ലോ പോകുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോർട്രേറ്റ് ഫിഗറും അതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ കളേഴ്സിൻ്റെ ഫ്ലോയും ഇതുപോലുള്ള സംഭവത്തിൻ്റെ ഫ്ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു പടം വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ആളിനെ വരയ്ക്കണം. ഒരാളിനെ നിങ്ങൾ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു സിൽഹോട്ടി മാത്രം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അസെൻഡിങ് ഫിഗറാണ്. ഓക്കെ, ഇതൊരു ഡിസെൻഡിങ് ഫിഗറല്ല, ഇതൊരു അസെൻഡിങ് ഫിഗറാണ്. അപ്പോൾ ഇയാളുടെ
എന്താ പറയുന്നത്, ഇയാൾ ഒരു സെൽഫ് അവയർനെസ് കൂടിയ വ്യക്തിയാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈറ്റിൽ നമ്മൾ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കരുതാം. വളരെ പ്രൈമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കരുതാം. അതേസമയം ഈ എന്താ പറയുന്നത്, ഈ സംഭവം തന്നെ ഈ ഫ്ലോ താഴോട്ടാണ് പോകുന്നത്. ഈ ലൈനിൻ്റെ ഫ്ലോ താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അയാൾ ഒരു ഡിസെൻഡിങ് ഫേസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസെൻഡിങ് ഫേസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പറിച്ചു കഴിഞ്ഞ് ഇയാളുടെ ഒരു ഇവിടെ കുറച്ച് തലയോട്ടിയും അതുപോലുള്ള സംഭവങ്ങളുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അയാളുടെ ഒരു എന്താ പറയുന്നത്, അയാളുടെ ഒരു മോറലായിട്ട് വളരെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വാരിയറിനെയൊക്കെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അയാൾ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. അയാൾ ചെയ്തതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസെൻഡിങ് ഫേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ലൈനിൻ്റെ ഫ്ലോ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് പാർട്ട്, വെർട്ടിക്കൽ ലൈനിലേക്ക്. പിന്നെ രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതായത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലോ പോകുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിൻ്റെ ഫ്ലോ പോകുന്നത്. അതായത് കൾച്ചറൽ കോണ്ടസ്റ്റ് അനുസരിച്ചിരിക്കും. ചില കൾച്ചേഴ്സ് റൈറ്റ് ടു ലെഫ്റ്റ് വരുന്നുണ്ട്. പക്ഷേ മിക്കവാറുമുള്ള ഫ്ലോ എല്ലാം പോകുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതാണ് പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. അതൊരു എലമെൻറ്റ്, അതൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഒരു ഡയഗണൽ ലൈൻ. ഡയഗണൽ ലൈൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഡയഗണൽ അങ്ങനെ ഇതിൻ്റെ ഫ്ലോ പോകുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് ടു റൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മോണിറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾ ആദ്യം പോകുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഫ്ലോ പോകുന്നത്. ആദ്യം നിങ്ങൾ കാണാൻ സാധ്യതയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഫോണിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലുള്ള സംഭവങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പം റൈറ്റ് എൻഡിലുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത്. അത് മിക്കവാറുമുള്ള എൻജിനീയേഴ്സിനും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനും അതുപോലുള്ള സംഭവങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നതും, അതായത് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്നതെല്ലാം ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പെയിൻറ്റിങ്ങിലും നമ്മൾ ഈ സംഭവത്തിന് എന്താണ് പറയുന്നത്? പെയിൻറ്റിങ്ങിൽ നമ്മൾ ഈ സംഭവത്തിനെ പറയുന്നതെന്ന് പറയുന്നത് ബറോക്ക് ഡയഗണൽ എന്നാണ്. ഈ സംഭവം, ഈ ഡയഗണലിനെ പറയുന്നത് ബറോക്ക് ഡയഗണൽ എന്നാണ്. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ഉണ്ട്, പിന്നെ വേറൊരു ഡയഗണൽ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരു ഡയഗണൽ ഇങ്ങോട്ട് വരും, പിന്നെ ഇവിടുന്ന് വേറൊരു സംഭവം ഇങ്ങോട്ട് വരും. അതാണ് സിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് 90 ഡിഗ്രി ആംഗിളിൽ വരും. ഓക്കെ, ഇതൊക്കെ ഡൈനാമിക് കോമ്പോസിഷനിൽ വരുന്ന സംഭവങ്ങളാണ്. അതിനെപ്പറ്റിയുള്ള ക്ലാസ്സെല്ലാം നമുക്ക് കുറച്ചുകൂടെ ലേറ്റ് സ്റ്റേജിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കും. നമ്മളൊരു പെയിൻറ്റിങ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതുതരം പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും ഒരു ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യം ശ്രദ്ധ പോകുന്നത് വെർട്ടിക്കൽ ലൈനോട്ടായിരിക്കും. അതിനകത്ത് വേറെ എലമെൻ്റ് ഒന്നുമില്ലെങ്കിൽ, വേറെ ഡിസൈൻ എലമെൻറ്റ് ഒന്നുമില്ലെങ്കിൽ, ഇപ്പം കളറ്, ടെക്സ്ചർ അതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകുന്നത് വെർട്ടിക്കൽ ലൈനോട്ടായിരിക്കും. രണ്ടാമത് നമ്മുടെ ശ്രദ്ധ പോകുന്നത് റെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിലോട്ട്. മൂന്നാമത് ഡയഗണലിലോട്ട്. അപ്പം നമുക്ക് ഉദാഹരണത്തിന്
ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധ പോകുന്നത് നമ്മുടെ ഒരു വെർട്ടിക്കൽ ലൈനിലോട്ടായിരിക്കും. ആദ്യം ഈ സംഭവത്തിലോട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ് പോകുന്നത്. പ്രൈമറി ഫോക്കസ് ഇങ്ങോട്ടാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. രണ്ടാമത് പോകുന്നതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ കുറച്ചുകൂടെ നീളമുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻ കുറച്ചുകൂടെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തുടർന്നും ഇതുപോലുള്ള ക്ലാസ് എടുക്കാൻ പ്രചോദനമാവും. ഞാൻ ഈ ക്ലാസ് എന്നിങ്ങനെ തുടരാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള ഫണ്ടമെൻ്റൽസും ഡിസൈൻ എലമെൻറ്റ്സും തുടർന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സുമായി അടുത്ത തവണ. നന്ദി, നമസ്കാരം.